ഹലോ ഫ്രണ്ട്സ്, ഈ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് സാവിക്കുട്ടീനെ റെഡിയാക്കുന്നത് പള്ളിയിലോട്ട് പോകാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിലോട്ട് പോകാൻ പോവാണ്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോകാൻ സാവിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടൊക്കെ വെച്ച് റെഡിയാക്കിയപ്പോൾ ആൾ കരുതിയത് നമ്മൾ കല്യാണത്തിന് പോവുകയാണെന്നാണ്. ആര് സുന്ദരിയായി? സുന്ദരിയാണ്. സുന്ദരി എവിടെ പോവാ? എവിടെ പോന്നേ? എന്തോ പോയി പ്രാർത്ഥിക്കുന്നേ? അപ്പം റെഡി ആയി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാവിക്കുട്ടി ഫോണിൻ്റെ മുമ്പിൽ വന്ന് പോസ് ചെയ്യുകയാണോ ഡാൻസ് കളിക്കുകയാണോ എന്ന് അവൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ അവളും ഉടുപ്പൊക്കെ പിടിച്ചിങ്ങനെ വട്ടം കറങ്ങിയൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് നേരം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പള്ളിയിലേക്ക്. അപ്പം 3 മണിക്കായിരുന്നു കുർബാന എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് നേരത്തെയാണ് എത്തിയത്. ആൾക്കാരൊന്നും വലുതായിട്ടില്ലായിരുന്നു. സാവിക്കുട്ടീനെയും കൊണ്ട് നമ്മൾ വെളിയിലാണ് കേട്ടോ വരുന്നത്. പിള്ളേരുള്ള മിക്കവരും വെളിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ വെളിയിലിരുന്നാലും നമുക്ക് മാസമൊക്കെ കാണാൻ പറ്റും. അവിടെ വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാവിക്കുട്ടി അവിടെ ചെന്നപ്പോഴത്തേക്കും വേറെ കുറച്ച് അവളുടെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പള്ളിയിൽ നിന്ന് നമ്മളൊരു 6:30 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി കേട്ടോ. എന്നിട്ട് ഒരു ഗ്ലാസ് ജീരക പായസം കുടിച്ചു. ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ജീരക പായസം വെച്ചായിരുന്നു. അപ്പോൾ അത് പള്ളിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ സാവിക്ക് കോരി കൊടുത്തു. നമ്മളിന്നിങ്ങനെ വീട്ടിൽ ചോറും കറിയൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കും നമ്മൾ ജീരക പായസം തന്നെയാണ് കുടിച്ചത്. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉലുവാക്കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് അതൊക്കെ കുടിച്ചായിരുന്നു. ഇപ്പം സാവിക്ക് കൊടുത്തപ്പോഴത്തേക്കും അതിൽ കുറച്ച് കയ്പ്പ് ഉള്ളതുകൊണ്ട്, ചെറുതായിട്ട് കയ്പ്പ് ഉള്ളതുകൊണ്ട് അവളങ്ങനെ കുടിച്ചില്ല. വളരെ കുറച്ച് മാത്രമേ കുടിച്ചുള്ളൂ. നമ്മൾ അവിടുന്ന് ഉലുവാക്കഞ്ഞിയൊക്കെ കുടിച്ചു. എന്താ? കൂട്ടുകാരെ